ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും കൂടിയിട്ട് തൃശ്ശൂർ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്നെന്ന് പറയണത് 24-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ്. അവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടൊരു DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയത്. ഫ്രണ്ട്സായിട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ ക്യാൻസലായി ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ. അവിടെ ഹൈലൈറ്റ് മാളിൽ 1-2 വട്ടമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പരിപാടിക്കായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഇതുവരെ അങ്ങനെ പോവാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് തന്നെ ഓടിച്ചാടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് പോയോ. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഇവിടെ ഹൈലൈറ്റ് മാളിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ തൃശ്ശൂരുകാർക്ക് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ക്യാപ്സ് എല്ലാവർക്കും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ക്യാപ്സ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മളോടൊപ്പം ഇന്ന് DC ജോലി ഏതാനും നിമിഷങ്ങൾ ജോലി ചെയ്യുന്നതാണ്. Thank you so much. Merry Christmas, come on, party, happy evening. Come on, party, let's അപ്പൊ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർ കാണട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങൾ അറേബ്യൻ ഗ്രില്ല് അവിടേക്കാണ് പോയത്. ചേട്ടന് ഫ്രൈഡ് റൈസ് കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എവിടെ പോയാലും മന്തിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ശരി ശരി. ഇറങ്ങി അറബിൻ ഗില്ലും എവിടെ പോയാലും മന്തിയാ. ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടാ. മന്തി റൈസ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് കുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഗൈസ്. വയ്യാണ്ടായി. ഞങ്ങൾ പുത്തമ്പള്ളി പോവുകയാണ്. അപ്പൊ ഞങ്ങളിത് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ തന്നെ ഭയങ്കര വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു. പിന്നെ വഴിക്കോടെ ഇങ്ങനെ പോകുമ്പോൾ കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ അടുത്തത് പുത്തമ്പള്ളിക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അതേ പുത്തമ്പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടാ. എന്ത് രസമായിരുന്നു കാണാൻ. കുറെ ആൾക്കാരും പിന്നെ എന്താ പറയാ നല്ല
ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം, എനിക്കറിയില്ല. പിന്നെ പുൽക്കൂടൊക്കെ അവര് സെറ്റ് ചെയ്തതും നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ സംഭവം എന്താന്ന് ഫസ്റ്റ് ഞങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു മണി കെട്ടണ സംഭവം, ഈ അമ്പലത്തിലൊക്കെ മണി കെട്ടണ സെറ്റപ്പില്ലേ അങ്ങനത്തെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടപ്പോ ചേട്ടൻ പറയാണ് റീത്ത, ഇതെന്നിട്ട് റീത്താന്നത്. നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്, ഓരോ മണ്ടത്തരങ്ങള്. പിന്നെ തിരിച്ച് അപ്പുറത്തെ ഭാഗത്ത് കണ്ടപ്പോഴാണ് എന്തൊരു ഗിഫ്റ്റ് പോലെ സെറ്റപ്പ് ആണെന്ന് ഇത് മനസ്സിലായത്. ഇപ്പോഴും നമുക്കറിയില്ല ഇത് എന്താ സംഭവം എന്ന്, പക്ഷെ തോന്നുന്നു ഗിഫ്റ്റ് അങ്ങനത്തെ എന്തോ സംഭവമാണ്. ഞങ്ങളിത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് തൃശ്ശൂർ റൗണ്ടിൽ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അപ്പോ എന്താ കുറച്ച് ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ പോണതും പാറമേക്കാവ് അമ്പലം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയില കാണാനായിട്ട്. ഞാൻ ഈ വീഡിയോ ഒരു 5-6 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആകാശപാതയുടെ അവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്തു കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ വിചാരിച്ചത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു, നമുക്കറിയില്ല, ഞങ്ങൾ കയറിയൊന്നുമില്ല കേട്ടാ. എന്നിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് നിന്നിട്ട് ജൂബിലി മിഷന്റെ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞു, ഒരു 9 മണി 9:30 ഉണ്ടാവും. പക്ഷെ ഞങ്ങള് തിരിച്ച് എന്തായാലും വന്നതല്ലേ, ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയനേട്ടാ. അതേമാതിരി എന്റെ അമ്മ ഒരു ജാതി പ്രത്യേക രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. വണ്ടികളുടെ എനിക്ക് അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായോണ്ടാണ് കേട്ടാ. എനിക്ക് ഇതിപ്പോ വീഡിയോ കാണുന്നവർക്ക് പകുതി കയറിയത് എന്നിട്ട് അത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ വണ്ടി പ്രാന്തന്മാരുടെ എന്താ പറയാ, ഒരു വണ്ടി ബഹളവും. ഞാൻ കുറച്ചെത്തിയപ്പോ എനിക്ക് പേടിയായി തുടങ്ങി, ഈ സൗണ്ടും പിന്നെ എന്താ ഈ സൈലൻസറിന്റെ ഉള്ളിൽ നിന്ന് തീയൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പോവാന്ന്. എന്റെ വണ്ടിയൊക്കെ പൊട്ടി തുറക്കി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. നമ്മൾ വിചാരിക്കും ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പടക്കം പൊട്ടിക്കണത് അല്ലെങ്കിൽ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കുന്നത്. ഈ സൗണ്ട് മൊത്തം എന്താ ഫുള്ളി സൗണ്ട് ഈ വണ്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ബൈക്ക്, കാറ്, എന്താ പറയാ, പൊള്ളി വൈബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്ന് പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹൈലൈറ്റ് മാളും ഈ പുത്തമ്പള്ളിയും പിന്നെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ എന്താ പറയാ അവിടെ പോയി അത് നേരിട്ട് കാണണം. ഈ വീഡിയോയിലൊക്കെ ആ നേരിട്ട് പോയതിന്റെ പകുതിയുടെ പകുതി ഒരു എഫക്ട്സ് ഉള്ളൂ കേട്ടോ.